നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെ സൂക്ഷിക്കേണ്ട ഇബാദത്തുകളിൽപ്പെട്ടതാണ് 5 നേരത്തെ നിസ്കാരം എന്നത്. ഫർളായ നിസ്കാരത്തിൽ വീഴ്ചകൾ വരാതെ, സമയം തെറ്റാതെ, തിരക്കുകളും കച്ചവടങ്ങളും ബിസിനസ്സുകളും ഒക്കെ ഉണ്ടെങ്കിലും നിസ്കരിക്കേണ്ട സമയം പിഴക്കാതെ നിർവഹിക്കാൻ നമുക്ക് സാധ്യമാവാം. വിശുദ്ധ ഖുർആൻ നല്ല മുഅ്മിനീങ്ങൾ അടയാളം പറഞ്ഞിടത്ത് റിജാലുല്ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. കച്ചവടമോ ബിസിനസ്സോ മറ്റുള്ള ജോലികളോ എന്തൊക്കെയുണ്ടെങ്കിലും അല്ലാഹനെ ഓർക്കാൻ അതൊന്നും ഒരു തടസ്സമായി കാണാത്ത ആളുകളാകും മുഅ്മിനീങ്ങൾ എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നതാണ്. എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ തന്നെ നിസ്കാരത്തെ പറഞ്ഞ എല്ലാ സമയത്തും അല്ലദീന യുഖീമൂന സ്വലാത്ത എന്നാണ് അല്ലാഹു ഉപയോഗിച്ചത്. നിസ്കാരത്തെ അതിന്റെ പരിപൂർണതയോടുകൂടെ നിർവഹിക്കുന്ന ആളുകളാണ് വിശ്വാസികൾ എന്നാണ്. കേവലം ഇങ്ങനെ എപ്പോഴെങ്കിലൊക്കെ വന്ന് ദുഹറിന് അസറിന് തൊട്ട് മുമ്പ് പോയി നിസ്കരിച്ച് ഞാൻ നിസ്കരിച്ചിട്ടുണ്ടല്ലോ എന്ന് സമാധാനിക്കുന്നവരല്ല. കുറെ ആളുകളുടെ നിസ്കാരം അങ്ങനെയാ സംഭവിക്കുക. അവസാന നിമിഷം വന്ന് ഞാൻ ഖളാ ആവാതെ നിസ്കരിച്ചല്ലോ എന്ന് സമാധാനിക്കുന്നവരാണ് പലരും. നിസ്കാരം ഒഴിവാക്കുന്നവരെ കുറിച്ച് പിന്നെ ആലോചന തന്നെ ഇല്ല. അവരെ കുറിച്ച് ഹദീസിലുള്ളത് എന്നാണ്. അവരുടെ കാര്യം പടച്ചോനെ നോക്കിയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേസമയം നിസ്കരിക്കുന്ന ആളുകൾ തന്നെ സമയത്തെ തീരെ പരിഗണിക്കാത്തത് ഇന്ന് സർവ്വവ്യാപകമാണ്. നമ്മൾ അങ്ങാടിയിലൊക്കെ പോയാൽ പലപ്പോഴും കാണാൻ പറ്റും. അസറിന്റെ ഒരു 5 മിനിറ്റ് മുമ്പ് പള്ളി ഒന്നൊക്കെ സജീവമാവും. മഗ്‌രിബിന്റെ തൊട്ട് മുമ്പ് അസറിന് വേണ്ടി സജീവമാക്കുന്ന കുറെ ആളുകളുണ്ട്. മഗ്‌രിബിന് വേണ്ടി 5 മിനിറ്റ് മുമ്പ് വരുന്നതിന് പകരം അസറിന് വേണ്ടി പലരും വരുന്നത് മഗ്‌രിബിന്റെ തൊട്ട് മുമ്പാണ്. നിസ്കാരത്തെ വൈകിപ്പിക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാകരുത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, ഇന്ന ബൈന യദൈൽ ഖൽഖി 5 അഖബാത്തിൻ ലാ യഖതഉഹാ കുല്ലു ളാമിനിൻ വമഹ്സൂൽ. ഏത് മനുഷ്യനും കടന്നു പോകേണ്ട വലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന 5 ഘട്ടങ്ങൾ മനുഷ്യന്റെ മുന്നിൽ വരാനുണ്ട്. ഇത് പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, മാഹിയ യാ റസൂലല്ലാഹ്, നബിയെ ഏതൊക്കെയാണ് ആ 5 പ്രതിസന്ധികൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്നാമത്തെ പ്രതിസന്ധി അൽ മൗതു വഉസ്സതു. ഒന്നാമത്തെ പ്രതിസന്ധി മരണവും അതിന്റെ കാഠിന്യമേറിയ സാഹചര്യവുമാണ്. രണ്ടാമത്തെ പ്രതിസന്ധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ ഖബറു വഅശ്ശതുഹു വദീഖു. ഖബറും അതിന്റെ ഏകാന്തതയും ഖബറിന്റെ ഒരു പിടുത്തവുമാണ്. ഖബറൊന്ന് കുടിസാവരുത് മനുഷ്യന്റെ മുന്നിൽ. ഖബർ മനുഷ്യനെ ഒന്ന് പിടിച്ചു കുലുക്കലുണ്ട്. എല്ലാവർക്കും സംഭവിക്കുമെന്നാണ്. മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോഴാണ് അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയത്. ആ വഫാത്തിനെ കുറിച്ച് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ വഫാത്ത് ആ മയ്യിത്തിനെയും ഖബറൊന്ന് പിടിച്ചിട്ടുണ്ട് എന്നതുപോലെ എല്ലാവരെയും ഖബറൊന്ന് പിടിച്ചു കുലുക്കുന്ന സാഹചര്യം വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത്തെ പ്രതിസന്ധിഹ സുആലു മുൻകരിൻ വനകീരിൻ വഹൈബത്തുഹുമാ. മൂന്നാമത്തെ പ്രതിസന്ധിയുടെ ഘട്ടം മുൻകർ നകീർ അലൈഹി വസല്ലം വരികയും അവരെ ആ ഗൗരവമേറിയ മുഖം കാണുകയും ചെയ്യുന്ന ഘട്ടം കടന്നു പോകൽ വലിയ പ്രയാസമാണ്. നാലാമത്തേത് പറഞ്ഞത് അൽ മീസാനു വഖഫതു. നാലാമത്തെ പ്രതിസന്ധിയുള്ള സമയം മനുഷ്യന്റെ നന്മ തിന്മ ഇങ്ങനെ തൂങ്ങുമ്പോ അതിൽ നന്മയുടെ ഭാഗം കനം കുറയുന്ന സാഹചര്യം വരുന്നതാണ് മനുഷ്യന് ഭയം വരുന്ന നാലാമത്തെ സാഹചര്യം. അഞ്ചാമത്തേത് അസ്സിറാത്ത് വൽഖത്തു. വളരെ നൈർമല്യതയുടെ കൂടെയുള്ള സിറാത്ത് പാലം കടന്നു പോകേണ്ട സാഹചര്യമാണ്. ഈ 5 മനുഷ്യന്റെ മുമ്പിൽ പ്രതിസന്ധിയുടെ സമയമാണ് എന്നിങ്ങനെ പറഞ്ഞ സമയത്താണ് ഇതിങ്ങനെ പറഞ്ഞപ്പോ മഹാനായ സയ്യിദുനാ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു തആല അൻഹു വല്ലാതെ കരഞ്ഞു. ഹദീസിൽ കാണാം,
മഹാനായ സിദ്ദീഖ് തങ്ങൾ കരഞ്ഞു എന്ന് മാത്രമല്ല, ഹത്താ ബഖത്തിസ് സമാവാതു സബ്ഉ വൽ മലായികതു കുല്ലുഹാ. ഇതിങ്ങനെ കേട്ടപ്പോൾ ആകാശലോകം മുഴുവൻ കരഞ്ഞു, മലായികത്തുകൾ കരഞ്ഞു. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം മഹാനായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് റസൂലുള്ളാഹിയോട് പറഞ്ഞു, സിദ്ദീഖ് തങ്ങളോട് കരയരുത് എന്ന് പറയണം. 5 പരിഹാരങ്ങളുണ്ട് നമ്മുടെ മുന്നിൽ. ഒന്ന്, മൻ സല്ലൽ ഫജ്റ ഹാന അലൈഹിൽ മൗത്ത് വഉസ്സതു. ഒരു മനുഷ്യന് സുബഹി ശരിക്കും നിസ്കരിക്കാൻ റെഡിയാണെങ്കിൽ സമയത്ത് ബാങ്കൊക്കെ കേൾക്കുമ്പോൾ പിന്നെയും കുറച്ചേരം കൂടി ഉറങ്ങട്ടെ എന്ന് കരുതാതെ, ബാങ്കൊക്കെ കേൾക്കുമ്പോൾ പ്രത്യേകിച്ചും പുരുഷന്മാരാകുമ്പോൾ പരിസരത്തുള്ള പള്ളിയിലൊക്കെ പോയി സുബഹി അതിന്റെ കൃത്യതയോടുകൂടെ അവൻ നിർവഹിക്കട്ടെ. എന്നാൽ ഖബറിന്റെ പ്രയാസത്തിൽ അവൻ ഉണ്ടാകില്ല. വമൻ സല്ലൽ ഇശാ ഹാന അലൈഹി സിറാത്തു വദുഖതു. ഇശ വൃത്തിയിൽ നിസ്കരിക്കുന്ന ആളാണോ അവന് സിറാത്ത് പാലത്തിന്റെ പ്രതിസന്ധി അനുഭവിക്കേണ്ടി വരില്ല. വമൻ സല്ലാ സ്വലാത്തുൽ ളുഹരി ഹാന അലൈഹി ഖബർ വദീഖു. മൂന്നാമത് പറഞ്ഞു, ളുഹർ നല്ല അതിന്റേതായ ആദാബുകൾ പാലിച്ച് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ ഖബറുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ അനുഭവിക്കുന്ന കുറെ പ്രയാസങ്ങളുണ്ട്. ഖബർ അവന്റെ ഏകാന്തതയുടെ വീടാകൂല, ഖബറിന്റെ പ്രയാസം അവൻ അനുഭവിക്കൂല. നാലാമത് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, മൻ സല്ലാ സ്വലാത്തുൽ അസ്രി ഹാന അലൈഹി സുആലു മുൻകരിൻ വനകീരിൻ. ഒരാള് അസർ ശരിക്കും നിസ്കരിക്കുകയാണെങ്കിൽ, അസർ ഖുർആൻ പ്രത്യേകം നിസ്കാരങ്ങളെ കൂട്ടത്തിൽ ശ്രദ്ധിക്കാൻ പറഞ്ഞ നിസ്കാരമാണ്. എന്നാൽ മുൻകർ നക്കീർ അലൈഹിസ്സലാമിന്റെ ചോദ്യങ്ങളുടെ മുമ്പിൽ അവൻ പ്രതിസന്ധിയാവൂല. അത് വല്ലാത്ത നിമിഷമാണ്. ആരും ഉത്തരം പറഞ്ഞു തരാനില്ലാത്ത സമയം. ജീവിതത്തിൽ എപ്പോഴും വാട്സ്ആപ്പ് ചെയ്യാൻ ആളുണ്ടാകും, അന്നേരം ആരും കൂടെ വരാനുണ്ടാകില്ല. മുൻകർ നക്കീർ അലൈഹിസ്സലാം എന്ന മുഅ്മിനീങ്ങളെ സന്തോഷത്തിലും അല്ലാത്തവരോട് അതിഗൗരവത്തോടെയും ചോദ്യം ചെയ്യുന്ന സമയം, ആ സമയം പ്രതിസന്ധിയിൽ അനുഭവപ്പെടൂല. അസറിന്റെ വിഷയത്തിൽ ഒരു വീഴ്ചയും അവരില്ലെങ്കിൽ വമൻ സല്ലാ സ്വലാത്തൽ മഗ്രിബി ഹാന അലൈഹിൽ മീസാൻ. മഗ്രിബ് ശരിക്കും നിസ്കരിക്കുന്ന ആളാണോ അവന്റെ മീസാനിൽ നന്മ തിന്മ തൂങ്ങുന്ന സമയം അവൻ വേദനിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞ് മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിഷയം വിശദീകരിച്ചു കൊടുക്കുകയാണ്. മഹാന്മാരായ സുഫി വലിയമാരായ ഉലമാ പറഞ്ഞു, മൻ തഹാവല ഫി സ്വലാത്തി മനഅ അല്ലാഹു മിൻഹു ഇൻദൽ മൗതി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമുക്ക് നിസ്കാരം വലിയ വിഷയമൊന്നുമില്ല, തോന്നുമ്പോൾ നിസ്കരിച്ചാൽ മതി, അവാലും കുഴപ്പമില്ല, ജോലിയൊക്കെ കഴിഞ്ഞ് വരട്ടെ, ഒഴിവുകളൊക്കെ നിസ്കരിക്കുക എന്നൊക്കെ ചിന്തിക്കുന്ന ആളാണോ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ ആ മനുഷ്യൻ പ്രയാസപ്പെടേണ്ടി വരും എന്ന് മഹാന്മാരായ ഉലമാ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഒരു വക്ത് നമുക്ക് പോകരുത്, ഒന്നും നമുക്ക് സമയം തെറ്റരുത്. നമ്മൾ എന്തൊക്കെ തിരക്കുള്ളവരാണെങ്കിലും പടച്ചോൻ നിശ്ചയിച്ച 5 വക്ത് നിസ്കാരമുണ്ട്, അതിലൊരു വീഴ്ച ഉണ്ടാകരുത്. അതിൽ വീഴ്ച വന്നാൽ മഹ്ശറിൽ ആദ്യം പടച്ചോൻ നമ്മളോട് പറയാ, ഒന്ന് സുജൂദ് ചെയ്യുന്നതാണ്. അന്ന് സുജൂദ് ചെയ്യാൻ കഴിയാത്ത വിഭാഗം വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വഖദ് കാനൂ യുദഊന ഇല സുജൂദി വഹും സാലിമൂൻ. നിസ്കരിക്കാൻ വേണ്ടി ബാങ്കൊക്കെ കേൾക്കുമ്പോ സാരല്ല കുറച്ചൊക്കെ കഴിഞ്ഞോട്ടെ, പിന്നെപ്പോഴെങ്കിലൊക്കെ നോക്കാം, ഞാൻ വേറെ പണിയിലല്ലേ, എന്റെ ഡ്യൂട്ടിയൊക്കെ കഴിയട്ടെ എന്നൊക്കെ ആലോചിച്ച ആളുകൾ അവർക്കന്ന് സുജൂദ് ചെയ്യാൻ കഴിയൂല. അന്നത്തെ അഡ്മിഷൻ ടെസ്റ്റിന് സുജൂദ് ചെയ്യാൻ പറയാനാണ്. അത് ക്ലിയർ ആവണമെങ്കിൽ നിസ്കാരം കൃത്യതയോടെ നിർവഹിച്ചവരാവണം. അതിൽ വീഴ്ചയില്ലാത്ത മുഅ്മിനീങ്ങളാവാൻ നാം ശ്രമിക്കണം. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.